മുസ്ലിങ്ങൾക്കൊരു പ്രത്യേക നിയോജക മണ്ഡലം അനുവദിക്കണമെന്ന് പറഞ്ഞ നിയമം ഏതാണ്? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങളാണ്. അതായത് മുസ്ലിംസിന് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്ന് പറഞ്ഞ നിയമമാണ് എന്ത്? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ. ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്നും എന്തറിയപ്പെടുന്നു? മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ അറിയപ്പെടുന്നു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം എന്നറിയപ്പെടുന്നത്. അപ്പോൾ മിൻറ്റോ മോർലി എന്താണ്? ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1909 എന്നും മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്നും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1919 നിലവിൽ വരുമ്പോൾ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഇന്ത്യ ആയിരുന്നത് എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു. അതുകൊണ്ടാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് പറയുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എഡ്വിൻ മൊണ്ടേഗു ആയിരുന്നു. അതുകൊണ്ട് ആണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞു വന്നത്. ഇനി സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകുകയും പ്രവിശ്യകളിൽ ദ്വിഭരണ സംവിധാനം നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ നിയമം. എന്തൊക്കെയാണ്? അതായത് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകി, പിന്നെ എന്ത് ചെയ്ത്? പ്രവിശ്യകളിൽ ദ്വിഭരണം സമ്പ്രദായം കൊണ്ടുവന്നു. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെയും തടവിലാക്കാനുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് നൽകിയ നിയമമാണ് റൗലറ്റ് നിയമം.